ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. കട്ടൻ ചായ ഉണ്ടാക്കിയ പാത്രമൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ കിച്ചൺ ജെല്ല് ഫിനിഷായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഫില്ലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇതുപോലെ ഒരു നാഴി ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് നിറച്ചെടുത്താൽ ഞങ്ങൾക്ക് ഒരു നേരത്തിനുള്ള ഇടിയപ്പം കറക്റ്റായിരിക്കും. അതുപോലെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം പൊടിയിലോട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ നമ്മളെടുക്കുന്ന പൊടിയുടെ ഇരട്ടി വെള്ളം എടുക്കും. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിക്കില്ല. ഒരു ഏകദേശം ഒരു 1.25, ഒരു ഗ്ലാസ്സിനാണെങ്കിൽ 1.25 എന്തായാലും വേണ്ടി വരും. ബാക്കി നമ്മളൊന്ന് ഇളക്കി നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കും. ആ ഒരു പാകം നമ്മൾ ചെയ്താണല്ലോ ശരിയാവുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പാകമൊക്കെ കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് നല്ലപോലെ ആവിയേറ്റി എടുത്താൽ മതിയല്ലോ, അതവിടെ റെഡി ആയിക്കോളും. പിന്നെ അതുപോലെ ഗ്രീൻ പീസ് കറി ഞാൻ ഓൾറെഡി മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗ്രീൻ പീസ് സോക്ക് ചെയ്തതിലോട്ട് ഈ മസാല ആഡ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. പിന്നെ രാവിലെ തന്നെ ഞാനൊരു ലോഡ് ലോണ്ട്രി അങ്ങ് ചെയ്യുകയാണ്. ഇതെന്നും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഒരു ലോഡ് മസ്റ്റായിട്ടും ചെയ്യും. ഇപ്പം ഞാൻ ഒന്നിൽ കൂടുതൽ തന്നെ ചെയ്ത് അതങ്ങ് ഫിനിഷ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പം മാവ് ബാക്കിയുള്ളതുകൊണ്ട് അതും കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയായിരുന്നു കേട്ടോ. ലഞ്ചിന് എനിക്ക് അവിയൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിങ്ങനെ അവിയൽ കട്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ഉണ്ട്. പിക്കപ്പ്, ക്വിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ വീടൊന്ന് വാക്യൂം ചെയ്യണം. അതുപോലെ അടിച്ചിടുകയൊക്കെ തന്നെ വേണം. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അവിയലൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വ്ളോഗ്സ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഡെയിലി വ്ളോഗാണെങ്കിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ കുറച്ച് റെസിപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇത് കാണുന്നവർക്ക് ബോറടിക്കില്ലേന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഡെയിലി നമ്മൾ ഹോം മേക്കിംഗ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ജോലികൾ തന്നെ ചെയ്തു പോവുകയാണ് അല്ലേ. ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ മിക്കപ്പോഴും നമുക്കും ഇത് മടുത്തു പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും പുതിയതായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, എന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന് നമുക്ക് ഇടയ്ക്കെങ്കിലും നമുക്കൊരു മടുപ്പ് എന്തായാലും വരും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മടുപ്പ് മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ എപ്പോഴും അന്നത്തെ ഡേ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് തുടങ്ങുക. ഒരു ടു ഡു ലിസ്റ്റൊക്കെ വെച്ചുകൊണ്ടാണ് തുടങ്ങുക. അപ്പോൾ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഡേ നല്ല പെർഫെക്റ്റായി, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഡേ എൻഡ് ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ദിവസത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു പ്ലാനോട് കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ചെയ്തു പോകുമ്പോൾ ആ ഒരു മടുപ്പ് ഒഴിവാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുക. ഇതൊരു മടുക്കുന്ന പണിയാണ് അങ്ങനെ ചിന്തിക്കാതെ നമ്മളിതിനെ എങ്ങനെ എൻജോയബിൾ ആക്കി മാറ്റാം, എങ്ങനെ നമുക്ക് കുറച്ചുകൂടി വ്യത്യാസത്തിൽ കാര്യങ്ങൾ ചെയ്യാം. പുതിയ എന്തെങ്കിലും റെസിപ്പി കുക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ ഡെയിലി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സെൽഫ് കെയർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു ഹെയർ കെയറും ഫേസ് കെയറും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് വരും അല്ലേ.
പിന്നെ അതുപോലെ അതല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് നല്ലൊരു എനർജി ബൂസ്റ്ററാണ്. നമ്മളുടെ ഈ ഒരു മടി പിടിച്ച ആ ഒരു അവസ്ഥയൊക്കെ മാറ്റി നമ്മുടെ മൈൻഡിന് നല്ലൊരു മോട്ടിവേഷൻ തരാൻ നമുക്ക് വർക്കൗട്ടിന് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോബി നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ നമ്മുടെ ഡേയിലോട്ട് ഇൻക്ലൂഡ് ആക്കി വരുമ്പോൾ നമ്മുടെ ഡേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറും. ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി തന്നെ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു വീട്ടുജോലികളും നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ചിലർക്ക് ചിലപ്പം മറ്റുള്ളവരുടെ ഹെൽപ്പായിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ അത് എടുക്കുക. ചിലർക്ക് നമുക്ക് ഹെൽപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലും അപ്ലയൻസസോ എന്തെങ്കിലും ഗാഡ്ജറ്റ്സൊക്കെ പുതിയത് വാങ്ങിച്ചിട്ട് ചിലപ്പം ഒരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ച് വരും. ഇപ്പം പാത്രം കഴുകുന്നതാണ് നമ്മുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിഷ് വാഷർ അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് എന്താണോ നമുക്ക് പറ്റുന്നത് അത് നോക്കി കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ സ്മാർട്ട്നെസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മടി പിടിച്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ കുറച്ചൊന്ന് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡേയിലോട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പം തുണികളൊക്കെ വിരിച്ചിട്ട കൂട്ടത്തിൽ ഈ ബെഡ്റൂം ഒന്ന് ഒതുക്കിയിടുകയാണ്. ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഇപ്പോൾ ഇതാ ഫുൾ വീടൊന്ന് വാക്യൂം ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്തിടുകയാണ് കേട്ടോ. റോബോട്ട് വാക്യൂം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചിടാറുണ്ട്. കാരണം വാക്യൂം ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആവുമെങ്കിൽ കൂടിയും ചില കോർണേഴ്സിലൊന്നും ഇതെത്തത്തില്ല. അപ്പോൾ അവിടെ അല്ലെങ്കിൽ പൊടി അക്യൂമുലേറ്റ് ആവും. അപ്പോൾ അതും കൂടി ചെയ്യും. ഇത് ഫുൾ ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാക്യൂമിങ് നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഈ ഒരു കോർണർ കുറച്ചൊന്ന് മെസ്സി ആയിട്ടുണ്ട്. കുറച്ച് ബുക്സൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് പഴയ ന്യൂസ് പേപ്പർ ഇരിപ്പുണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ആവി കൊള്ളാൻ വേണ്ടിയുള്ള സ്റ്റീമറില്ലേ അതിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കുകയാണ്. അന്നത്തെ പേപ്പർ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. അങ്ങനെ റെഗുലർലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതല്ലെങ്കിൽ അവിടെ ശരിക്കും ഒരു മെസ്സി ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അവിയലിൻ്റെ ബാക്കി കുറച്ച് മിക്സിങ് പരിപാടികളും കൂടി ചെയ്യാനുണ്ട്. കഷ്ണം വെന്തിട്ട് അതിലോട്ട് തേങ്ങയൊക്കെ ചേർത്ത് തൈരൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തു. പുതിയതായിട്ട് വാങ്ങിയ 4 കണ്ടെയ്നേഴ്സാണ് കേട്ടോ. പേൾ പെറ്റിൻ്റെ ലോക്ക് ആൻഡ് ലോക്ക് മോഡലിലുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു സ്നാക്ക് കോർണർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് ബദാം, കാഷ്യൂ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി സ്നാക്കിംഗ് ആയിട്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരതെടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പം 4ാമത്തെ ബോക്സിൽ ഞാൻ ഹാപ്പിലോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതിനകത്ത് ജെംസൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ചൊരു സോൾട്ടി ഫ്ലേവറിലാണ് വരുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ആ 4ാമത്തെ കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഡീപ്പ് ക്ലീനിങ് ഫോക്കസ് ചെയ്യുന്നത് കിഡ്സ് ബെഡ്റൂമിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സ്വിച്ച് ബോർഡ്, പിന്നെ അതുപോലെ ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡിലുള്ള ആ ഒരു തട്ടുകളിൽ പൊടി ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ വിൻഡോസിൻ്റെ സൈഡിൽ ആ ഒരു റെയിൽസിൻ്റെ ഇടയിൽ പൊടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പം കിച്ചൺ ഒന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പിന്നെ അതുപോലെ മൈക്രോവേവും പിന്നെ അതുപോലെ എയർ ഫ്രയറും ഇതൊക്കെ തന്നെ ഒന്ന് നന്നായി ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. ഫ്രോസൺ ചിക്കൻ നഗറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ കട്ട്ലറ്റും ഫ്രൈ ആക്കാനുണ്ടായിരുന്നു 4 വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചായക്ക് എടുത്ത് അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ചായയും ഇവിടെ റെഡി ആവുന്നുണ്ട്. സൈഡ് ബൈ സൈഡ് ഞാൻ ഫ്രിഡ്ജിൻ്റെ 2 തട്ടൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചായയും സ്നാക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.